Hi, my immigration story by Tan Lee, Calicut University, BA Honors Languages വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ പാഠത്തിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? ദാ നോക്കൂ. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 1. What is the significance of the journey undertaken by the 4-year-old girl and her family who were there with her? അതായത് നമ്മുടെ 4 വയസ്സുകാരി പെൺകുട്ടിയും അവളുടെ കുടുംബവും കൂടി നടത്തി എന്ന് പറയപ്പെടുന്ന ആ ദീർഘമായ യാത്രയുടെ പ്രാധാന്യം എന്താണ്? ആ കുട്ടിയോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? ഇതാണ് ചോദ്യം. Well, here is the answer. The journey signifies their courage and determination to seek a better future despite the dangers involved. ഒത്തിരി അപകടങ്ങൾ പതിയിരുന്ന യാത്രയായിട്ടും അവർ ആ യാത്ര നടത്തി. ഒരു നല്ല ഭാവിക്ക് വേണ്ടി എന്ത് അപകടത്തെയും നേരിടാനുള്ള അവരുടെ ധൈര്യവും ദൃഢനിശ്ചയവുമാണ് ഇത് കാണിക്കുന്നത്. She was accompanied by her mother, grandmother and younger sister. അവളുടെ അമ്മയും മുത്തശ്ശിയും ഇളയ സഹോദരിയും നമ്മുടെ ഈ 4 വയസ്സുകാരി പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നോർക്കണം. The family's voyage represents hope, resilience and the pursuit of freedom in the face of adversity. ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുന്ന ആ കുട്ടിയുടെയും കുടുംബത്തിന്റെയും പ്രത്യാശ, ദൃഢനിശ്ചയം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടം, ഇവയൊക്കെയാണ് ആ ദീർഘ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത്. Well, this is the answer. Now take a look at short answer question number 2. Why did the mother have a small bottle of poison with her? ഇപ്പറയപ്പെട്ട ആ യാത്രയിൽ നമ്മുടെ 4 വയസ്സുകാരി ടാൻ ലീയുടെ അമ്മയുടെ കയ്യിൽ ഒരു ചെറിയ കുപ്പി വിഷമുണ്ടായിരുന്നു പോലും. എന്തിനു വേണ്ടിയാണ് ആ വിഷം കരുതിയിരുന്നത്? ഇതാണ് ചോദ്യം. Now here is the answer. Tan Lee's mother carried a small bottle of poison during their escape in case they were caught by pirates. കടൽ കൊള്ളക്കാരുടെ എങ്ങാനും പിടിയിൽ അകപ്പെട്ടാലോ എന്ന് ഭയന്നാണ് ആ വിയറ്റ്നാമിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള യാത്രയിൽ അവർ കയ്യിൽ വിഷം കരുതിയിരുന്നത്. ഇറ്റ് വാസ് മെന്റ് ടു പ്രിവെന്റ് ദെയർ ഫാമിലി ഫ്രം ഫോളിംഗ് ഇൻ ടു എ ഫേറ്റ് വേഴ്സ് ദാൻ ഡെത്ത്. മരണത്തേക്കാൾ ഭീകരമായ ഒരു ദുർവിധിയിൽ ആ കുടുംബം അകപ്പെടുന്നതിൽ നിന്നും അവരെ തടയാൻ വേണ്ടിയായിരുന്നു ഈ നടപടി. ഇതാണ് ഉത്തരം. Now, short answer question number 3. How does Tan Lee describe the impact of her grandfather's life on her own? തൻ്റെ മുത്തച്ഛൻ്റെ ജീവിതം ടാൻ ലീയുടെ സ്വന്തം ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കിയത് ഏതു വിധത്തിലാണ് അവർ വിവരിക്കുന്നത്? ഇതാണ് ചോദ്യം. Now here is the answer. Tan Lee highlights her grandfather's resilience and determination. തൻ്റെ മുത്തച്ഛൻ്റെ പ്രതിരോധ ശക്തിയും ദൃഢനിശ്ചയവും ടാൻ ലീ പ്രത്യേകം എടുത്തു കാണിക്കുന്നു. ഹിസ് സാക്രിഫൈസ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് സ്പിരിറ്റ് ഇൻസ്പയർഡ് ഹെർ ടു എംബ്രേസ് ചാലഞ്ചസ് ആൻഡ് പെർസ്യൂ ഹെർ ഗോൾസ്. ജീവിതത്തിലെ വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് സ്വന്തം ലക്ഷ്യം നേടാൻ ആവശ്യമായ പ്രചോദനം കൊടുത്തത് ആ മുത്തച്ഛൻ്റെ ത്യാഗവും ഉറച്ച മനസ്സുമാണ്. ഇറ്റ് ഓൾസോ ഷേപ്ഡ് ഹെർ വാല്യൂസ് ആൻഡ് സെൻസ് ഓഫ് പേർപ്പസ്. ഇതുതന്നെയാണ് അവരുടെ തന്നെ സ്വന്തം മൂല്യങ്ങൾക്കും ലക്ഷ്യബോധത്തിനും ശരിയായ രൂപം നൽകിയത് എന്നും ടാൻ ലീ പറയുന്നു. ഇതാണ് ഉത്തരം. Now, short answer question number 4. Who is Mai and what was the task undertaken by her after her father's death? മായി എന്ന് പറയുന്നത് ആരാണ്? ടാൻ ലീയുടെ അച്ഛൻ്റെ മരണശേഷം ഈ മായി എന്ത് ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത്? ഇതാണ് ചോദ്യം. Now here is the answer. Mai was Tan Lee's mother. ടാൻ ലീയുടെ അമ്മയാണ് നമ്മുടെ മായി. After her father's death, she took on the responsibility of caring for her family. അച്ഛൻ്റെ മരണശേഷം കുടുംബത്തെ നോക്കുന്ന ചുമതല ആ അമ്മ ഏറ്റെടുത്തു. Despite hardships,
She worked tirelessly to provide for her daughters and ensure that they had opportunities for a better future. കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ പെൺമക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരു നല്ല ഭാവി ഉറപ്പാക്കുന്നതിനും വേണ്ടി ആ അമ്മ അക്ഷീണം പരിശ്രമിച്ചു. ഇതാണ് ഉത്തരം. Now, short answer question number 5. Where did Tan Le and her family settle after arriving in Australia? ഓസ്ട്രേലിയയിൽ എത്തിയതിന് ശേഷം എവിടെയാണ് നമ്മുടെ ടാൻ ലിയും കുടുംബവും താമസിച്ചത്? ഇതാണ് ചോദ്യം. Now here is the answer. After arriving in Australia, Tan Le and her family settled in Footscray in Melbourne. അവർ താമസിച്ചത് മെൽബണിനടുത്തുള്ള ഫുട്സ്ക്രേ എന്ന സ്ഥലത്താണ്. ഇറ്റ് വാസ് എ വർക്കിംഗ് ക്ലാസ് സബർബ് ഫിൽഡ് വിത്ത് ഇമിഗ്രൻസ്. കുടിയേറ്റക്കാരെ കൊണ്ട് നിറഞ്ഞ തൊഴിലാളികൾ അധിവസിക്കുന്ന മെൽബൺ പട്ടണത്തിൻ്റെ ഒരു പ്രാന്ത പ്രദേശമായിരുന്നു അത്. വെൽ, ദിസ് ഈസ് ദി ആൻസർ. നൗ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 6. ഹൗ ഡിഡ് ടാൻ ലീസ് മദർ സപ്പോർട്ട് ദ ഫാമിലി ഇൻ ഓസ്ട്രേലിയ? ടാൻ ലിയുടെ അമ്മ അവരുടെ കുടുംബത്തെ ഓസ്ട്രേലിയയിൽ ഏതു വിധത്തിലാണ് സപ്പോർട്ട് ചെയ്തത്? ഇതാണ് ചോദ്യം. നൗ ദി ആൻസർ. ടാൻ ലീസ് മദർ സപ്പോർട്ടഡ് ദ ഫാമിലി ഇൻ ഓസ്ട്രേലിയ ബൈ വർക്കിംഗ് ഓൺ ഫാംസ്. ഓസ്ട്രേലിയയിൽ പാടത്ത് പണിയെടുത്താണ് നമ്മുടെ ടാൻ ലിയുടെ അമ്മ അവരുടെ കുടുംബത്തെ പോറ്റിയത്. ദെൻ ഷീ വർക്ക്ഡ് ഓൺ എ കാർ അസംബ്ലി ലൈൻ വർക്കിംഗ് 6 days. അതിനുശേഷം ആഴ്ചയിൽ 6 ദിവസവും ഒരു കാർ നിർമ്മാണ ഫാക്ടറിയിൽ അസംബ്ലി ലൈനിലും അവർ പണിയെടുത്തു. ഇതാണ് ഉത്തരം. നൗ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 7. ഹൗ ഡിഡ് ടാൻ ലി കോപ്പ് വിത്ത് ദ ഡിസ്ക്രിമിനേഷൻ ഷീ ഫേസ്ഡ് ഇൻ സ്കൂൾ? സ്കൂളിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന വിവേചനത്തെ ടാൻ ലി എങ്ങനെയാണ് നേരിട്ടത്? ഇതാണ് ചോദ്യം. ടാൻ ലി coped with the discrimination she faced in school by focusing on her education and using it as a source of empowerment. തൻ്റെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചും അത് തൻ്റെ ശാക്തീകരണത്തിനുള്ള ഒരു ഉപാധിയായി പ്രയോജനപ്പെടുത്തിയുമാണ് ഇപ്പറഞ്ഞ വിവേചനത്തെ നമ്മുടെ ടാൻ ലി നേരിട്ടത്. She says that something stiffened inside her. അവരുടെ ഉള്ളിൽ എന്തോ ഇങ്ങനെ വരിഞ്ഞു മുറുകി വടികണക്കെ ആകുന്നതായി തോന്നി എന്നവർ പറയുന്നു. She was determined to prove herself and create better opportunities for her family. താൻ ആരാണെന്ന് തെളിയിച്ചു കൊടുക്കാനും തൻ്റെ കുടുംബത്തിന് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാനും ടാൻ ലി തീരുമാനിച്ചുറച്ചിരുന്നു. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദി ആൻസർ. നൗ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് റെക്കഗ്നീഷൻ ഡിഡ് ടാൻ ലി റിസീവ് വൈൽ ഷീ വാസ് എ ഫൈനൽ ഇയർ ലോ സ്റ്റുഡൻറ്റ്? അവസാന വർഷ നിയമ വിദ്യാർത്ഥി ആയിരിക്കെ ടാൻ ലിക്ക് എന്ത് അംഗീകാരമാണ് കിട്ടിയത് എന്നാണ് ചോദ്യം. നൗ ഹിയർ ഈസ് ദി ആൻസർ. വെൻ ടാൻ ലി was a final year law student, she was named the Young Australian of the Year in 1998. അവസാന വർഷ നിയമ വിദ്യാർത്ഥി ആയിരിക്കെ ടാൻ ലി 1998 യങ് ഓസ്ട്രേലിയൻ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറ്റ് ഹൈലൈറ്റഡ് ഹർ കമ്മ്യൂണിറ്റി വർക്ക് ആൻഡ് അഡ്വക്കസി ഫോർ റെഫ്യൂജീസ് ആൻഡ് ഇമിഗ്രൻസ്. അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ തുടങ്ങിയ അവശ വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള തൻ്റെ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സേവനങ്ങൾക്കുമുള്ള അംഗീകാരമാണ് ഇത്. ഇതാണ് ഉത്തരം. നൗ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് മോട്ടിവേറ്റഡ് ടാൻ ലി ടു സ്പീക്ക് ഔട്ട് ഓൺ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ? യുവാക്കളുടെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ടാൻ ലീക്ക് പ്രചോദനമായത് എന്താണ് എന്നൊന്ന് പറയാമോ? ഇതാണ് ചോദ്യം. വെൽ,
Look at the answer. Tan Le was motivated to speak out on youth unemployment and education because she experienced the challenges of adapting to a new country as a refugee. അഭയാർത്ഥി എന്ന നിലയിൽ ഒരു പുതിയ രാജ്യത്തെ ജീവിതവുമായി ഇണങ്ങിച്ചേരുന്നതിനുള്ള വെല്ലുവിളികൾ നിറഞ്ഞ തൻ്റെ അനുഭവങ്ങളാണ് യുവാക്കളുടെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ടാൻ ലേക്ക് പ്രചോദനമായത്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് യങ് പീപ്പിൾ ആക്സസ് ഓപ്പർച്യൂണിറ്റീസ് that could change their lives just as education changed hers. വിദ്യാഭ്യാസം തൻ്റെ സ്വന്തം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ മാതിരി തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അവസരങ്ങൾ കൈവരിക്കാൻ അവരെ സഹായിക്കാൻ ടാൻ ലീ തയ്യാറായി. ഇതാണ് ഉത്തരം. Now friends, take a look at the last short answer question. How did Tan Le's grandmother challenge the notion of it can't be done? Hey, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന പഴയ ധാരണയെ ടാൻ ലിയുടെ മുത്തശ്ശി ഏതു വിധേനയാണ് ഒരു വെല്ലുവിളിയോടെ നേരിട്ട് തിരുത്തിക്കുറിച്ചത്? ഇതാണ് ചോദ്യം. Well, look at the answer. At the age of 17, Tan Le's grandmother was married as the second wife of a Mandarin whose mother beat her. നമ്മുടെ ടാൻ ലിയുടെ മുത്തശ്ശിയുടെ 17-ാം വയസ്സിൽ അവരെ ഒരു മൻഡാറിൻ്റെ രണ്ടാം ഭാര്യയായി വിവാഹം കഴിച്ചു കൊടുത്തു. എന്നാൽ ആ മൻഡാറിൻ്റെ അമ്മ നമ്മുടെ പാവം അവരെ അടിച്ചു വശം കെടുത്തുമായിരുന്നു. വിത്ത് നോ സപ്പോർട്ട് ഫ്രം ഹർ ഹസ്ബൻഡ്, ഷീ ടുക്ക് ഹിം ടു കോർട്ട് ആൻഡ് പ്രോസിക്യൂട്ടഡ് ഹെർ ഓൺ കേസ്. ഇങ്ങനെ ജീവിതം മടുത്ത് നമ്മുടെ ഈ മുത്തശ്ശി പെൺകിടാവ് എന്ത് ചെയ്തെന്നോ, ഒറ്റയ്ക്ക്, അതായത് തനിച്ച്, ഭർത്താവിൽ നിന്നും യാതൊരു സപ്പോർട്ടുമില്ലാതെ അയാൾക്കെതിരെ കേസ് കൊടുത്തു. സ്വന്തം നിലയിൽ കേസ് വാദിച്ച് ജയിച്ചു. അങ്ങനെ ധൈര്യസമേതം ആരുടെയും സഹായമില്ലാതെ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. ഇൻ ദിസ് വേ, ബൈ ടേക്കിംഗ് ബോൾഡ് ആക്ഷൻസ്, ഷീ ചാലഞ്ച്ഡ് ദ നോഷൻ. ഈ രീതിയിൽ ധീരമായ നടപടികളെടുത്താണ് ചോദ്യത്തിൽ പറയുന്ന രീതിയിലുള്ള പഴയ ധാരണകളെ നമ്മുടെ മുത്തശ്ശി പെൺകിടാവ് വെല്ലുവിളിച്ചത്. ഇതാണ് ഉത്തരം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടാൻ ലിയും മൈ ഇമിഗ്രേഷൻ സ്റ്റോറിയിൽ നിന്നുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും. താങ്ക് യു ഫോർ വാച്ചിങ്. See you soon with another video. Until then, bye bye.